ഹാളിൻ്റെ പുറത്തിരിക്കുമ്പോഴും കൈയൊക്കെ തണുത്ത് മരവിച്ച് ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. CV അവിടെ കൊടുത്തിട്ട് ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്നുള്ള ക്വസ്റ്റ്യൻ കേട്ടപ്പോൾ പേരല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ലൈഫിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഞാൻ തന്നെ വെറുത്തു പോയ ദിവസം. ഞാൻ വേറെ എന്തൊക്കെയോ ആണെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇരുന്ന ഇൻ്റർവ്യൂസിൻ്റെ ഓരോ വാക്കിനും എനിക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. എനിക്കറിയാവുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫുള്ളി ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. മൈൻഡിലൊന്നും വരുന്നില്ല. എനിക്കെൻ്റെ ഹാർട്ട് ബീറ്റിൻ്റെ സൗണ്ട് മാത്രമായിരുന്നു കേട്ടോണ്ടിരുന്നത്. ശരിക്കും ആ ഇൻ്റർവ്യൂവിന് മുന്നേ ആരെങ്കിലും ഇതൊക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ലായിരുന്നു. ഹായ് സ്റ്റുഡൻസ്, ഇറ്റ്സ് മീ നീപം പ്രവീൺ, യുവർ ഇൻ്റർവ്യൂ കോച്ച്. Welcome back to our channel. In today's episode, we are going to talk about some important things you must keep in mind before attending an interview. If you are new here, don't forget to subscribe and hit the bell icon for more notifications and valuable interview tips. ഇന്ന് എൻ്റെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. കുറച്ച് നാളായിട്ട് ഒരുപാട് റിക്വസ്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഡെയിലി ഇൻ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് അവരെ കോൾ ഉണ്ടാവുക. സെൽഫ് ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയാം, ഈ CV-യിൽ എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടോ, ഞാൻ കരിയർ ഒബ്ജക്റ്റീവ് എഴുതിയത് ഓക്കെ ആണോ, എൻ്റെ സ്കിൽസും ഈ ജോബ് റോളും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയാൻ പോണത്. ഇനിയിപ്പം ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസം നിങ്ങൾക്ക് എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒട്ടുമിക്ക എല്ലാ സംശയത്തിനുള്ള ആൻസേഴ്സ് കിട്ടും. അപ്പോൾ എപ്പോഴും പറയണ പോലെ ഏതൊരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേയും ആ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനിലൂടെ ക്ലിയറായിട്ട് കടന്നു പോകണം. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ തലേ ദിവസവും ആ ജോബ് ഡിസ്ക്രിപ്ഷൻ പക്ക ക്ലിയറായിട്ട് വായിച്ചു നോക്കണം. മിനിമം ഒരു 5 times എങ്കിലും നിങ്ങൾ ജോബ് ഡിസ്ക്രിപ്ഷൻ റീഡ് ചെയ്തിട്ടുണ്ടാവണം. അതിൽ എല്ലാ പോയിൻറ്റ്സും ക്ലിയറായിട്ട് വായിക്കാം. അവർ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങളുടെ ജോബ് റോൾ കൊടുത്തിട്ടുണ്ടാവും, സാലറി പാക്കേജ്, എക്സ്പീരിയൻസ്, ക്വാളിഫിക്കേഷൻ, സ്കിൽസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് വേണം നമ്മൾ CV മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പറയുമ്പോഴും ഈ സ്കിൽസുമായിട്ട് കണക്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കാം. നമുക്കൊരു കുഞ്ഞു കഥ പറഞ്ഞാലോ. X എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ജോലി വേണം. ആൾ ലിങ്ക്ഡിനിലും ഇൻഡീഡിലും നൗക്കരിയിലും അങ്ങനെ ഒരുപാട് ജോബ് ആപ്ലിക്കേഷൻ സൈറ്റ്സിലൊക്കെ കയറി ചെക്ക് ചെയ്തു. എന്നിട്ട് ആളുടെ ക്വാളിഫിക്കേഷൻസിനും സർട്ടിഫിക്കേഷൻസിനും സ്കിൽസിനൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളൊരു ജോലി കണ്ടുപിടിച്ചു. അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഫോർ എക്സാമ്പിൾ, ഈ അപ്ലൈ ചെയ്യുന്ന ആൾ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൊഫഷണലാണ്. ആൾക്കൊരു വെയർ ഹൗസ് മാനേജർ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയാണ് ആൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കേണ്ടത് ആ കമ്പനി ഏതെന്നാണ്. അപ്പോൾ ആ കമ്പനീനെ പറ്റി നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്യണം. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ താഴെ വരും. ഒരുപാട് എണ്ണം ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിനൊക്കെ ജസ്റ്റ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ നന്നാവും. ആ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങളോട് ഡയറക്റ്റ്ലി ചോദിക്കണം എന്നൊരു നിർബന്ധമില്ല. പക്ഷേ മിനിമം ആ ക്വസ്റ്റ്യൻസിനെങ്കിലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് ഒരു കറക്റ്റ് ആൻസർ മൈൻഡിൽ വെച്ചിട്ട് പോവാം. അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിച്ചാൽ ബേസിക് ക്വസ്റ്റ്യൻസ് പോലും അറിയാതെയാണോ വന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നെഗറ്റീവ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ കമ്പനീനെ പറ്റി റിസർച്ച് ചെയ്യലാണ്. എങ്ങനെയാണ് ഒരു കമ്പനീനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക? ആദ്യം തന്നെ അതിൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാം. ആ കമ്പനി വെബ്സൈറ്റിൽ അവർ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണോ, സർവീസ് ഓറിയൻറ്റഡ് ആണോ, എന്തൊക്കെയാണ് അവരെ ഇപ്പോൾ ഓൺ ഗോയിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ മിഷൻ എന്താണ്, വിഷൻ എന്താണ്, എവിടെയൊക്കെ ബ്രാഞ്ചസ് ഉണ്ട്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ഓവറോൾ ഐഡിയ അവരുടെ വെബ്സൈറ്റിൽ തന്നെ നമുക്ക് കിട്ടും. പിന്നെ അവർക്ക് ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് അങ്ങനെയുള്ള ചാനൽസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ അവിടുത്തെ എംപ്ലോയീസിൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈൽസ് ഒന്ന് ചെക്ക് ചെയ്യുക, ഗൂഗിൾ റിവ്യൂസ് നോക്കുക. അപ്പോൾ ആ കമ്പനീനെ പറ്റിയിട്ടുള്ള ഒരു ഓവറോൾ ഐഡിയ കിട്ടും. ആദ്യം തന്നെ അവരുടെ പ്രൊഡക്റ്റും സർവീസും അവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആ കമ്പനി എന്താണെന്നും അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ രീതിയിൽ അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതും മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ഇൻ്റർവ്യൂവർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യമാണ്. അപ്പോൾ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ നോക്കുക. ജസ്റ്റ് ഓടിച്ചിട്ട് സ്ക്രോൾ ചെയ്ത് പോവരുത്. ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇപ്പം നിങ്ങൾക്ക് ഒറ്റ പ്രാവശ്യം വായിച്ചാൽ മനസ്സിലാവില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം.
രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ആ കമ്പനി വെബ്സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് കമ്പനീനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിയെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷനിൽ കൂടി ക്ലിയർ ആയിട്ടൊന്ന് പോകാമെന്നുള്ളതാണ്. അതിൽ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം. പിന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ അറിയാവോ, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ജോലി കണ്ടുപിടിച്ചു, പോസ്റ്റ് നെയിം നോക്കി, ആ കമ്പനി ഏതാണെന്ന് റിസർച്ച് ചെയ്തു, നെക്സ്റ്റ് ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോയി. അടുത്തത് ഇതിനൊക്കെ മാച്ച് ചെയ്തിട്ടുള്ളൊരു CV പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള CV ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിൽസും കരിയർ ഒബ്ജക്റ്റീവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഇതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് അത് മാറും. നമ്മൾ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ളതും യൂസ് ചെയ്യുന്നവരുണ്ട്, ഡിസൈൻഡ് ആയിട്ടുള്ളതും യൂസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ബേസ്ഡ് ഓൺ കമ്പനി ലൊക്കേഷൻ സാഹചര്യത്തിനനുസരിച്ച് ഏതാണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് CV ക്രിയേറ്റ് ചെയ്യാം. CV ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷനാണ്. ഇവിടെ നമ്മൾ ആൾ സെലക്ട് ചെയ്തിട്ടുള്ളത് വെയർഹൗസ് മാനേജറുടെ പോസ്റ്റിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ്. സോ വെയർഹൗസിനെ പറ്റിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എന്താണ് ആ ജോലിയിൽ ചെയ്തത്, എങ്ങനെയാണ് ഒരു വെയർഹൗസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, വെയർഹൗസ് ഓപ്പറേഷൻസ് എന്താണ്, എങ്ങനെയാണ് ഒരു വെയർഹൗസ് മാനേജ് ചെയ്യുക, ടൈപ്സ് ഓഫ് വെയർഹൗസ് എന്തൊക്കെയാണ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ ഏത് ഫീൽഡിലാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അതിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും ബേസ് ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോവാം. ഇനി വേണ്ടത് നമ്മളോട് കോമൺലി ആസ്ക്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു 5-10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിക്കാം. എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ്. അതിപ്പോൾ മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും നിങ്ങളെപ്പറ്റി നന്നായിട്ട് സംസാരിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. നമ്മൾ ഒരാളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുവാണ്. ദ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് എന്ന് പറയുന്ന പോലെ നമ്മൾ എങ്ങനെയാണോ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രസൻറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ നമുക്ക് നന്നായിട്ട് നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോലും പറ്റിയില്ലെങ്കിൽ അവിടെ എന്താവും? പിന്നെയും നെഗറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെ ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ആകുമ്പോൾ എന്ത് ചെയ്യും? നമ്മളെക്കാട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചാൻസസ് അവിടെ കുറയും. അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൽഫ് ഇൻട്രൊഡക്ഷൻ നന്നായിട്ട് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള രീതിയിൽ ഒരു ഓർഡറിലൊക്കെ പ്രിപ്പയർ ചെയ്ത് പോവാം. ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ മൈ നെയിം ഇസ് നീപ്പം ആൻഡ് ഐ എം കമ്മിങ് ഫ്രം കണ്ണൂർ. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ എനിക്കൊന്നും പറയാനുണ്ടാവില്ല. ഇതാണ് കോമൺലി നമ്മൾ എല്ലാവരും വരുന്നൊരു മിസ്റ്റേക്ക്. നമ്മുടെ പേരും സ്ഥലവും മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ? ഈ കമ്മിങ് ഫ്രം എന്ന് പറയുന്ന യൂസേജ് തന്നെ തെറ്റല്ലേ? നമ്മൾ കം ഫ്രം അല്ലെങ്കിൽ ഐ എം ഫ്രം എന്നല്ലേ പറയാം. അപ്പോൾ കോമൺലി വരുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്നൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഗൂഗിളിലോ സെർച്ച് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തിട്ട് മാത്രം പോവാം. ആദ്യത്തെ ലൈൻ തന്നെ തെറ്റിച്ച് പറയരുത്. പിന്നെ നമ്മളെപ്പറ്റി ചോദിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും ഫാമിലീനെ പറ്റി പറയരുത്. അയാളെ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്? ആ ഒരു ജോലിക്കുള്ള ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു റോളിന് എത്രത്തോളം ആപ്റ്റ് ആണെന്നാണ് അവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം എന്ത് ചെയ്യാൻ? നമ്മളെ അവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ. സോ റോളിനനുസരിച്ച് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മൈൻഡിൽ എപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളവിടെ ഫെയിലായി പോകും. ഓക്കെ, നമുക്ക് കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് വൺ, ടെൽ മീ സംതിങ് അബൌട്ട് യുവർ സെൽഫ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വൈ ഡു യു വാണ്ട് ടു വർക്ക് വിത്ത് അസ്, അല്ലെങ്കിൽ വാട്ട് ഡു യു നോ അബൌട്ട് അവർ കമ്പനി. നിങ്ങൾക്ക് ഈ കമ്പനീനെ പറ്റി എന്തറിയാം, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യണമെന്ന് എന്തുകൊണ്ടാണ് വിഷ് ചെയ്യുന്നത്? അപ്പോൾ അതിന് നല്ലൊരു ആൻസർ പ്രിപ്പയർ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ, വേർ ഡു യു സീ യുവർ സെൽഫ് ഇൻ 5 years. ഇതൊക്കെ ബേസായിട്ട് വർഷങ്ങളായിട്ട് ഈ സാധനം ചോദിക്കുന്നതാണ്. ഇത് ഡയറക്റ്റായിട്ട് ചോദിക്കുന്നവരുണ്ട്, ഇൻഡയറക്റ്റായിട്ട് ചോദിക്കുന്നവരുണ്ട്. പല ടൈപ്സ് ഓഫ് HR ഉണ്ടാവും, പല ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ടാവും. അവർ ചോദിക്കുന്നതൊക്കെ ഈ ഒരു കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും അവരെ ചോദിക്കുന്ന രീതി, ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറ്റമായിരിക്കും. അപ്പോൾ ഈ ആൻസേഴ്സൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം ഏതൊരു ഇൻ്റർവ്യൂവിലും പോകാൻ. പിന്നെ ചില വീക്ക്നെസ് നമ്മൾ ഓപ്പണായിട്ട് പറയാൻ പാടില്ല വീക്ക്നെസ്സുകളും പറയാൻ പാടില്ലാത്ത വീക്ക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഷോർട്ട് ടെമ്പേർഡ് ആണ്,
ഞാൻ ഭയങ്കര ലേസിയാണ്, അങ്ങനെയൊക്കെ വീക്ക്നെസ് പറയുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മാം എനിക്ക് നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ ആരോടും നോ പറയില്ല, ഒരിക്കലും നോ പറയില്ല എന്നൊക്കെ. അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ഇൻ്റർവ്യൂവിലൊക്കെ പറയാൻ. പിന്നെന്താണ്, അടുത്തൊരു ക്വസ്റ്റ്യൻ സാലറി എക്സ്പെക്റ്റേഷനാണ്. സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ പോകണം. ഇപ്പോൾ എല്ലാ പോസ്റ്റിനും ഒരേ സാലറി തന്നെ ആയിരിക്കില്ല. ബേസ്ഡ് ഓൺ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആൻഡ് ബേസ്ഡ് ഓൺ ദ കമ്പനി റോൾ പൊസിഷൻ എല്ലാം സാലറി വേരിയേഷൻസ് വരും. അപ്പോൾ നിങ്ങളൊരു ഫാൻസി നമ്പർ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരിക്കലും സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്താണ് ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ കൊടുക്കുന്ന സാലറി, ഇൻഡസ്ട്രി നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് നമുക്ക് സാലറി നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ എത്ര സാലറി വേണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നും മിണ്ടാതെ ഇരിക്കരുത്. നമ്മുടെ സ്കിൽസും നമ്മുടെ ടൈമും അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് കിട്ടണം. അത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതെങ്ങനെ വാങ്ങിച്ചെടുക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കണ്ടറിഞ്ഞ് പഠിച്ചിട്ട് വേണം പോകാൻ. നെക്സ്റ്റ്, പിന്നെ നമ്മളോട് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പോൾ ട്രാവലിംഗ് ഓക്കെ ആണോ എന്ന് ചോദിച്ചേക്കാം. പിന്നെ ഫാമിലി കമ്മിറ്റ്മെൻറ്റ്സിനെ പറ്റി ചോദിച്ചേക്കാം. പിന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ ചെകഞ്ഞെടുക്കാൻ ട്രൈ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരോട് നിങ്ങൾ ഓപ്പണായിട്ട് സംസാരിക്കുമ്പം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇപ്പം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തു എന്ന് വെച്ചു, അപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇൻ്റർവ്യൂവിൻ്റെ അന്ന് തന്നെ ഫുള്ളി ക്ലിയർ ആയിട്ട് അയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ വീക്ക്നെസ് എന്താണ്, ഇയാൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാതിരിക്കാം, അങ്ങനെയൊക്കെ എല്ലാ ഐഡിയയും നമ്മുടെ HR അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ട്. സോ ഓരോ വാക്ക് പറയുമ്പോഴും ശ്രദ്ധിച്ച് മാത്രം കാര്യങ്ങൾ പറയാം. പിന്നുള്ളത്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻ ഫോർ us എന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാം. അതിൽ ഒന്നുമില്ല താങ്ക് യു എന്ന് പറഞ്ഞ് വരരുത്. അവിടെ ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം പോകാൻ. ഓക്കെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യം ഒന്നും കൂടി റിവൈസ് ചെയ്യാം. നമ്മുടെ എക്സ് എന്ന് പറയുന്ന ആളൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലോജിസ്റ്റിക് പ്രൊഫഷണലായിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ അയാളൊരു ജോലി വേക്കൻസി കണ്ടുപിടിച്ചു. രണ്ടാമത് പോസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി, ഏത് കമ്പനിയുടെ വേക്കൻസിയാണെന്ന് മനസ്സിലാക്കി, കമ്പനി വെബ്സൈറ്റിൽ കയറി എന്തൊക്കെയാണ് ആ കമ്പനിയുടെ പ്രൊഡക്റ്റ്, സർവീസ്, അവരുടെ വിഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. പിന്നെ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണെന്ന് നോക്കി. പിന്നെയാണ് നമ്മൾ CV അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. CV അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണ്. ഇൻ്റർവ്യൂവിൽ കോമൺലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അതിൽ ജോബ് റോൾ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു. അതിനുശേഷം സാലറി എങ്ങനെ നെഗോഷിയേറ്റ് എന്നുള്ള കാര്യം കൂടി തീരുമാനിച്ചു. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നന്നായിട്ട് ഗ്രൂം ചെയ്ത് പോവുക. പിന്നെ ഫയൽ എടുക്കുന്ന സമയത്ത് നല്ലൊരു ഫയൽ കയ്യിൽ കീപ്പ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ഫോട്ടോസ്റ്റാറ്റോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ മുൻകൂട്ടി എടുത്ത് വെക്കുക. എപ്പോഴും ഒരു പേന കയ്യിൽ വെക്കുക. നിങ്ങൾ പേഴ്സണൽ ഗ്രൂമിങ് ടിപ്സ് ഫോളോ ചെയ്യാം. പേഴ്സണൽ ഹൈജീൻ, പിന്നെ ബോഡി ഓർഡർ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ വെൽ ഗ്രൂംഡ് ആയിട്ടുള്ള ഒരാളും നമ്മളിപ്പോൾ ടീഷർട്ട് ഇട്ടോ ഇൻ്റർവ്യൂവിന് പോകുന്ന ഒരാളും നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിയേ, ആർക്കായിരിക്കും ഫസ്റ്റ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? എൻ്റെ സെഷൻസിൽ ഇൻ്റർവ്യൂ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ലാസ്റ്റ് ഡേ അവർക്കൊരു പേഴ്സണൽ ഗ്രൂമിങ് ആൻഡ് മോക്ക് ഇൻ്റർവ്യൂ സെഷൻസ് കൊടുക്കാറുണ്ട്. അതിൽ സാധാരണ ദിവസം വന്നതുപോലെയല്ല, അവർ നേരെ ഒരു പ്രൊഫഷണലായിട്ട് മാറുവാണ്. എന്താ പറയുക, നമ്മൾ ക്യാമ്പസ് ടു ബോർഡ് റൂം എന്ന് പറയുന്ന പോലെ അവർ പക്കാ പ്രൊഫഷണൽ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വരുമ്പോൾ തന്നെ അവിടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റ് ആവുകയാണ്. അത് കഴിഞ്ഞൊരു എല്ലാം പ്രിപ്പയർ ചെയ്ത് ലാസ്റ്റ് ക്ലാസ്സിൽ മോക്ക് ഇൻ്റർവ്യൂ കൂടി അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ഏതൊരു ഇൻ്റർവ്യൂവും പേടിയില്ലാണ്ട് കോൺഫിഡൻസോട് കൂടി അറ്റൻഡ് ചെയ്യാനുള്ളൊരു ലെവലിലേക്കാണ് അവർ അപ്ഗ്രേഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഓരോ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, CV പ്രിപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. നമുക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ കുട്ടീസ്, ഐ വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടോ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. ഓൾ ദി ബെസ്റ്റ്. ബൈ ബൈ. സീ യു നെക്സ്റ്റ് വീഡിയോ. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ നമ്മുടെ നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ടാറ്റാ.